ബി.ജെ.പി. നേതാവായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ വീട്ടിൽ കയറി അമ്മയും മക്കളും ഭാര്യയും നോക്കി നിൽക്കെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. കേസിൽ പ്രതികളായ 15 പേർക്കും വധശിക്ഷയെന്ന അത്യപൂർവമായ ശിക്ഷാവിധിയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻ കോടതി ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത്യന്തം ഹീനമായ കുറ്റകൃത്യമാണ് നടന്നതെന്നും കേരളത്തിൽ ഇതാദ്യമായാണ് ഇത്രയിലധികം പ്രതികൾക്ക് ഒന്നിച്ച് വധശിക്ഷ വിധിക്കുന്നത്. പലപ്പോഴായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 21 പ്രതികളാണ് സംസ്ഥാനത്ത് വിവിധ ജയിലുകളിലായി ശിക്ഷ അനുഭവിക്കുന്നത്. ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസ്ഫക് ആലമിനെയാണ് ഇതിനു മുമ്പ് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. എന്നാൽ 1991 റിപ്പർ ചന്ദ്രന്റെ വധശിക്ഷയാണ് അവസാനമായി നടപ്പിലാക്കിയിരിക്കുന്നത്. അതേസമയം രാജ്യത്തെ മുഴുവൻ കണക്കുകൾ എടുക്കുമ്പോൾ ഇതിനു മുമ്പ് 3 കേസുകളിൽ 10ലധികം പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. 2008 അഹമ്മദാബാദ് സ്ഫോടന കേസിൽ 38 പ്രതികൾക്കാണ് വധശിക്ഷ വിധിച്ചത്. രാജീവ് ഗാന്ധി വധക്കേസിൽ 26 പേർക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. ബീഹാർ ദളിത് കൂട്ടക്കൊലക്കേസിൽ 16 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചു. 2008 അഹമ്മദാബാദ് സ്ഫോടന പരമ്പരയിൽ 56 പേരാണ് കൊല്ലപ്പെട്ടത്. കേസിൽ 3 മലയാളികൾ ഉൾപ്പെടെ 38 പേർക്കാണ് അഹമ്മദാബാദ് പ്രത്യേക കോടതി വധശിക്ഷ വിധിച്ചത്. രാജ്യത്ത് ഇത്രയധികം പേർക്ക് ഒരുമിച്ച് വധശിക്ഷ വിധിച്ചത് ആദ്യമായിട്ടാണ്. രാജീവ് ഗാന്ധി വധക്കേസിൽ 26 പ്രതികൾക്കാണ് വധശിക്ഷ വിധിച്ചത്. ടെററിസ്റ്റ് ആൻഡ് ടെസ്പറ്റീവ് ആക്ടിവിസ്റ്റ് ആക്ട് പ്രകാരമുള്ള വിചാരണക്കൊടുവിൽ 1998 ജനുവരി 26 ചെന്നൈയിലെ ഡാഡ കോടതിയാണ് വധശിക്ഷ വിധിച്ചത്. 1997 ബീഹാറിലെ ലക്ഷ്മൺപൂർ ബാധേ ദളിത് കൂട്ടക്കൊലക്കേസിൽ 16 പേരെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. സംഭവത്തിൽ 10 കുട്ടികളടക്കം 58 പേരാണ് കൊല്ലപ്പെട്ടത്. അഡീഷണൽ ജില്ലാ സ്പെഷ്യൽ ജഡ്ജിയാണ് വിധി പ്രസ്താവിച്ചത്. കോടതി വിധിയിൽ സംതൃപ്തരാണെന്ന് കൊല്ലപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബം മാവേലിക്കര അഡീഷണൽ സ്പെഷ്യൽ കോടതിയിൽ വിധി കേൾക്കാനായി രഞ്ജിത്തിന്റെ അമ്മയും ഭാര്യയും എത്തിയിരുന്നു. ഞങ്ങൾക്കുണ്ടായ നഷ്ടം വലുതാണ്. എങ്കിലും കോടതി വിധിയിൽ ആശ്വാസമുണ്ടെന്ന് രഞ്ജിത്തിന്റെ ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞു. വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നെന്നും സംതൃപ്തിയുണ്ടെന്നും രഞ്ജിത്തിന്റെ അമ്മ പറഞ്ഞു.